നമസ്കാരം, ഞാൻ രജിൻദാസ് MS. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചൊവ്വ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പകർന്നിരിക്കുകയാണ്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. 2024 ഓഗസ്റ്റ് മാസം 26-ാം തീയതി 3:25 PM ചൊവ്വ മിഥുനം രാശിയിലേക്ക് പകർന്നിരിക്കുന്നത്. ഇനി ഒക്ടോബർ 20 വരെ ചൊവ്വ മിഥുനം രാശിയിൽ ഉണ്ടാകും. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ 15 നാഴിക ചേരുന്ന മേടക്കൂറുകാർക്ക് ചൊവ്വ സഹായ സ്ഥാനമായ 3-ാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഈ നക്ഷത്രക്കാർക്ക് ധനലാഭം, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വഴി ലാഭം, ഭൂമി ലാഭം, സ്വർണം മുതലായ ദ്രവ്യങ്ങളുടെ ലാഭം, ധൈര്യസിദ്ധി, സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം, ശത്രുക്കളുടെ നാശം അഥവാ ശത്രുതാനാശം എന്നിവ ഫലം. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ 15 നാഴിക എന്നിവ ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം. ഇവരുടെ എല്ലാ അഭീഷ്ടങ്ങളും സുബ്രഹ്മണ്യ അനുഗ്രഹം കൊണ്ട് സാധിക്കും. നേതൃസ്ഥാനങ്ങൾ ലഭിക്കുക അഥവാ ലീഡർഷിപ്പ് റോളുകൾ ലഭിക്കുക, ധനലാഭം, ശത്രുക്കൾക്ക് മേൽ വിജയം എന്നിവ ഫലം. ഉത്രം നക്ഷത്രത്തിന്റെ അവസാന 45 നാഴിക, അത്തം, ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി എന്നിവ ചേരുന്ന കന്നിക്കൂറുകാർക്ക് 10-ാം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം. അസാധ്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങൾ വരെ സാധിക്കുന്നതിനുള്ള ധൈര്യവും സഹായവും സാഹചര്യങ്ങളും ഈ കാലയളവിൽ ലഭിക്കും. കർമ്മമേഖലകളിൽ പുരോഗതിയും നേതൃസ്ഥാനങ്ങളുടെ ലബ്ധിയും ധനലാഭവും ഉണ്ടാകും. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന 45 നാഴികയും തിരുവോണവും അവിട്ടം നക്ഷത്രം ആദ്യത്തെ പകുതിയും ചേരുന്ന മകരക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം. ഇവരെ എതിർത്ത് നിൽക്കുന്ന ശത്രുക്കൾ എത്ര പ്രബലരാണെങ്കിലും സുബ്രഹ്മണ്യ അനുഗ്രഹത്താൽ നിഷ്പ്രഭരാകും. ധനലാഭവും വ്യവഹാരങ്ങളിൽ വിജയവും ലഭിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ ജീവിതം ശക്തിപ്പെടുത്തുവാനുള്ള വഴിയൊരുങ്ങും. ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത നക്ഷത്രക്കാർ ദോഷപരിഹാരമായി കുജദോഷഹര മന്ത്രം ദിവസവും കേൾക്കുക. മന്ത്രം നമ്മുടെ ചാനലിൽ ഉണ്ട്, കമന്റായും ഡിസ്ക്രിപ്ഷനായും ഇടുന്നതായിരിക്കും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങൾ പരിഹരിക്കാൻ വളരെ ഗുണകരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.